നല്ല മൊരിഞ്ഞ പൊറോട്ട, നല്ല ബീഫ് റോസ്റ്റ്. കേൾക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറുന്നില്ലേ? എനിക്ക് നാവിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ആ മനോഹരമായ ഒരു സുന്ദര കാഴ്ച, രുചിയുടെ ഒരു പെരുങ്കളിയാട്ടം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ബീഫ് റോസ്റ്റ് വെറും ബീഫ് അല്ല കേട്ടോ. എന്നാ കേട്ടോ, രുചികരം, ഔഷധമൂല്യം, അണുവിമുക്തം. ബീഫും പൊറോട്ടയും കൊണ്ടുള്ള കോംബോ ഫുഡ്. സുധാകരൻ സ്പെഷ്യൽ. എവിടെയാണെന്നല്ലേ? കൊല്ലം മങ്ങാട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് സുധാകരൻ്റെ നാടൻ ഫുഡ് പാഴ്സൽ കോർട്ട്. 12 കിലോ മൈദാമാവ്, ഏതാണ്ട് 10 കിലോ ബീഫ്, ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു കോംബോ പ്രിപ്പറേഷനിൽ നമ്മുടെ മങ്ങാട് സുധാകരൻ ചേട്ടൻ്റെ കട ഇന്ന് സൂപ്പർ ഹിറ്റാണ്. ഇനി നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. രാവിലെ കൈരളി വാർത്താ സംഘം എത്തുമ്പോൾ സുധാകരൻ ചേട്ടൻ നല്ല തിരക്കിലായിരുന്നു. പാഴ്സലോടെ പാഴ്സൽ. കല്ലിൽ ആവി പറക്കുന്ന പൊറോട്ട, ഉരുളിയിൽ 4 മണിക്കൂർ വെന്ത് സൗരഭ്യം പരത്തുന്ന ബീഫ് റോസ്റ്റ്, 2 പൊറോട്ടയുടെ മേൽ ബീഫ് റോസ്റ്റ്, ഇതിന്മേൽ വീണ്ടും പൊറോട്ട. വാഴയിലയിലോ ഓയിൽ പേപ്പറിലോ പൊതിഞ്ഞ് അതിന്മേൽ സുധാകരൻ ചേട്ടൻ്റെ ഒരു പ്രയോഗം, അതാണ് മാസ്. നല്ല അഭിപ്രായമാണ്, നല്ല ഫുഡാണ്. ഞാൻ പണ്ടേ മേടിക്കാറുള്ളതാണ്. നല്ല ഫുഡാണ്, വളരെ മനോഹരമായ ഫുഡാണ്. അതിൻ്റെ ആ വാഴയിലെ പൊതിഞ്ഞ് നമ്മൾ തുറന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റ്, മണം എല്ലാം വളരെ ഇപ്പോഴും നമുക്കത് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരെ പിന്നെയും ഓടി ഇവിടെ എത്തിച്ചേരുന്നത്. പൊളിയ, സൂപ്പർ. നമ്മൾ പെട്ടെന്ന് ചീത്ത, നമുക്ക് ഇപ്പോൾ ഗൾഫിലോട്ട് പോകണമെങ്കിൽ ഈ സാധനം കൊണ്ടുപോയി പോകാൻ പറ്റും. വൺ ഡേ ഇതൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ സൂപ്പറാണ്. ഞങ്ങളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. നല്ല അതാ കൊള്ളാം, പൊളി. അതാ, പക്ഷെ അതിൻ്റെ ഒരു കയ്പോ അങ്ങനെ ഒന്നുമില്ല. സെറ്റ് സാധനം. നല്ല ടേസ്റ്റാണ്. ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല സാധനം. ഞങ്ങൾ 3-4 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ +1 ഇവിടെ വന്നല്ലോ, പക്ഷേ എങ്കിലും 3-4 പ്രാവശ്യം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീടടുത്ത ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. പാരമ്പര്യ. സുധാകരൻ്റേത് 40 വർഷത്തെ രുചി തേടിയുള്ള യാത്ര. തൻ്റെ കൈപുണ്യത്തിൽ മായം ചേരില്ല. പരമാവധി ജൈവ ചേരുകൾ. നല്ല ഡിമാൻഡുണ്ടെങ്കിലും 10 കിലോ മാവും ബീഫും മാത്രമേ ഒരു ദിവസം തയ്യാറാക്കൂ. ലാഭമല്ല, രുചിയിലും ഗുണത്തിലും വിട്ടുവീഴ്ച ഇല്ല. ബ്രഹ്മിയും വേപ്പിലയും പിന്നെ കുറെ അങ്ങാടി മരുന്നുകളുമാണ് സുധാകരന്റെ ബീഫ് റോസ്റ്റിലെ ചേരുവ. പക്ഷേ ആ രസക്കൂട്ട് പരമരഹസ്യം. 40 വർഷത്തെ കൂടുതലുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ മാറി 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 ഓരോന്നും നോക്കി ആ ടേസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഓപ്പറേഷൻ, അത് നമ്മൾ ഉണ്ടാവുന്നത്. അത് ഇങ്ങനെ വർഷങ്ങൾ കൊണ്ടുണ്ട്. പക്ഷേ അത് കറക്റ്റായിട്ടെന്ന് പറയുന്നത് നമ്മൾ അന്ന് ചെയ്യുന്ന കണക്കല്ല ഇന്ന് ചെയ്യുന്നത്. അത് വേറെ മാറ്റം കൊടുത്തിട്ട് അതിനെ ഈ ഇറച്ചിക്ക് നമ്മൾ ബീഫെന്ന് പറയുന്ന അണു കൂടുതലുള്ള സാധനമാണ്. അതിനെ നമ്മൾ എങ്ങനെയൊക്കെ സ്പോഞ്ചാക്കി എടുക്കാം. അപ്പം 100 വയസ്സുള്ളവർ കഴിച്ചാൽ തന്നെയും അവർക്ക് അസുഖങ്ങളുണ്ടാകത്തില്ല. രാവിലെ 9 മണിയോടെ തുടങ്ങും. 10:30 വിറ്റ് തീർക്കും. പക്ഷേ പിന്നീടും ആവശ്യക്കാർ ഏറെ എത്തും. അവരോടൊക്കെ സുധാകരൻ ചേട്ടൻ നാളെ നേരത്തെ എത്താൻ അഭ്യർത്ഥിക്കും. ഇവിടെ സുധാകരൻ ചേട്ടൻ്റെ ആ സ്പെഷ്യാലിറ്റി കേട്ടില്ലേ? ആ ബീഫിനകത്ത് അദ്ദേഹം ചേർക്കുന്ന ഔഷധക്കൂട്ട് ഒന്നുമില്ല. അണുവിമുക്തമാക്കുക എന്ന് പറയുന്ന പ്രാചീനമായിട്ടുള്ള എല്ലാവരുടെയും ഒരു ബോധമാണ് വേപ്പ് എന്ന് പറയുന്നത്. അതിനെ അണുവിമുക്തമാക്കും മാംസത്തെ. ഒപ്പം തന്നെ കഴിക്കുന്നവന് നല്ല ബുദ്ധിവികാസവും അതുപോലെ മെമ്മറി പവർ കൂട്ടുന്നതാണ് ബ്രഹ്മി. ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു രഹസ്യ കൂട്ട് വെച്ചിട്ടാണ് അദ്ദേഹം ഈ ബീഫ് ചെയ്യുന്നത്. 10 പതിറ്റാണ്ടുകളായി അദ്ദേഹം ചെയ്യുന്ന ഈ ഒരു കട അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇന്ന് ഈ നല്ല നിലയിൽ ഇപ്പോൾ പുരോഗമിച്ച് മുന്നോട്ട് പോവുകയാണ്. മങ്ങാട് നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.